ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കത്രിക്കടവാണ് അല്ലേ? ഇതിപ്പോൾ മാസങ്ങളായിട്ട് ഈ ലീക്കേജാണ് അല്ലേ? നമ്മൾ 1916 വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പരിഹാരമില്ല. അതായത് മാസങ്ങളായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ അടിയിലാണ് വെള്ളം ലീക്കേജ് ഉള്ളത്. ആൾക്കാർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഷോർട്ടേജ് ഉണ്ടായിട്ട് ആൾക്കാരും ഇലക്ട്രിസിറ്റി അടിച്ച് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഇവിടെ ഉള്ളതല്ലേ ഏട്ടാ? വർഷങ്ങളായിട്ട് ഇത് കാണുന്നില്ലേ? സോ ഇത് ഒരൊറ്റ കാര്യമുള്ളൂ, ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് മാസങ്ങളായിട്ട് ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇതുകൊണ്ട് വളരെ റഷായിട്ടുള്ള റോഡാണ്. തേക്ക റോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും തിരക്കാണ്. എജെ ഹാളിൻ്റെ പാർക്കിംഗ് ആണ് ഇതെല്ലാം. വിവാഹവുമായി ബന്ധപ്പെട്ട് എജെ ഹാളിൻ്റെ വാഹനങ്ങളാണ് ഈ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ സെൻറ്ററിലാണ് മിക്കവാറും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ യൂട്ടേൺ എടുത്ത് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ അത്രയും റഷുള്ള റോഡിൽ മനുഷ്യർ വളരെ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ലീക്കേജും പിന്നെ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. അത് അതോറിറ്റിയിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും അവരത് എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അവിടെയാണ്, അടിയിലാണ് ലീക്കേജ് ഉള്ളത്. അപ്പോൾ ഒന്നുമില്ലേ ചെയ്യുന്നത്, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് സാക്ഷ്യപ്പെടുത്താനാണ്. 6 മാസത്തിന് മുകളിലായി എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതിൽ കൂടെ ഡെയിലി പോകാറുള്ളതാണ്. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. പരാതികളൊന്നും വേണ്ട പരിഗണനയിൽ എത്തുന്നില്ല. തീർച്ചയായിട്ടും. ഓക്കെ ചേച്ചി, താങ്ക് യു.